ഹലോ കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. ഇവിടെ ഞങ്ങളും സുഖമായിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ ചെറിയ ചൂടൊക്കെ കുറഞ്ഞു തുടങ്ങി. ഇനിയിപ്പോൾ തണുപ്പ് കാലമാകാൻ പോവുകയാണല്ലോ. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മളുടെ വീട്ടിൽ നമ്മൾ ദോശ ഇഡ്ഡലിയൊക്കെ ചുടുന്ന മാവുണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾക്ക് എങ്ങനെ ഒരു ഫേസിൽ എങ്ങനെ നമ്മൾക്കൊരു പായ്ക്കിടാം എന്നുള്ളതാണ്. അതിൻ്റെ ഗുണം എന്തൊക്കെയാണെന്ന് ആദ്യം പറയാം. ഇത് ഇട്ട് കഴിഞ്ഞാൽ ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഉഴുന്നുപരിപ്പിൻ്റെ അകത്ത് ആൻറ്റി ഓക്സിഡൻസ് ഒത്തിരി ഉള്ളത് കാരണം അത് നമ്മൾക്ക് പ്രായം പെട്ടെന്നാകുന്നതിനെ തടയും. രണ്ടാമത് നമ്മുടെ മുഖത്തുണ്ടാകുന്ന ചുളിവുകളെ കുറയ്ക്കും. പിന്നെ നമ്മളുടെ കണ്ണിന് താഴെ ഉണ്ടാകുന്ന ഡാർക്ക് സർക്കിൾസ് കുറയ്ക്കും. പിന്നെ നമ്മളുടെ മുഖക്കുരുവിൻ്റെ പാടുകൾ കുറയ്ക്കും. മുഖക്കുരു ഉണ്ടാകുന്നതിനെ തടയും. പിന്നെ നമ്മുടെ മുഖത്തിന് ഇപ്പോൾ ഇതെല്ലാം പോകുമ്പോൾ നമ്മുടെ മുഖത്തിന് നല്ല തിളക്കം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് ഒരു പായ്ക്കിടുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം ഇന്ന്. അപ്പോൾ നമ്മൾ സാധാരണ ഇഡ്ഡലിക്ക് ഉണ്ടാക്കുന്ന മാവുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു കൺസിസ്റ്റൻസിയിലല്ലേ നമ്മൾ എടുക്കുന്നത്. നമ്മുടെ മുഖത്തപ്പോൾ അത് വീണ് പോകാൻ അപ്പോൾ ഇതിലും കൂടുതൽ ദോശ ഉണ്ടാക്കാനാണ് ഇച്ചിരിയും കൂടെ കൂടുതൽ വെള്ളം ഒഴിക്കുമെങ്കിൽ അതിന് മുമ്പേ ഇച്ചിരി എടുത്ത് മാറ്റി വയ്ക്കണം കേട്ടോ, നമ്മൾക്ക് അതിടാൻ വേണ്ടിയിട്ടുള്ള. അല്ലെങ്കിൽ അത് മുഖത്ത് നമുക്കിങ്ങനെ ഒഴുകും. കഴുത്തേലേക്കൊക്കെ കഴുത്തേ വീണാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾക്ക് കഴുത്തേലും തേക്കണം. ഇത് നമ്മളെപ്പോഴും മുഖത്ത് തേക്കുന്ന ഏത് സാധനമാണെങ്കിലും അത് കഴുത്തേലും കൂടെ കുറച്ച് തേക്കണം. എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് ഭാഗങ്ങളും ഒന്നിച്ച് മറ്റുള്ളവർ കാണുന്ന ശരീരഭാഗങ്ങളാണല്ലോ. അപ്പോൾ രണ്ടിടത്തും ഒരേ കളറാണെന്നും അതേപോലെ ഒരേ കളറും ഒരേപോലെ തിളങ്ങണ സ്കിന്നും ആണെങ്കിൽ ഭംഗിയായിരിക്കുമല്ലോ. അപ്പം മുഖം ഇതിന്ന് കഴുകിയിട്ട് വരണം കേട്ടോ. ആദ്യം കഴുകി ക്ലീൻ ചെയ്ത് ഉണക്കിയതിന് ശേഷം വേണം നമുക്ക് ഈ പായ്ക്ക് മുഖത്തിടാൻ വേണ്ടിയിട്ട്. ഈ പായ്ക്ക് ഇട്ട് കഴിഞ്ഞാൽ മിനിമം ഒരു 5 മിനിറ്റ്സ് എങ്കിലും ഇരിക്കണം. അതിനുശേഷം നമുക്കിത് തണുത്ത വെള്ളത്തിൽ കഴുകാം. അതായത് നോർമൽ വാട്ടറിൽ നമുക്ക് കഴുകിക്കളയാം. അത് മുഖത്ത് തേച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് കുറച്ച് ഒരു 2-3 മിനിറ്റ്സ് മസാജും ചെയ്യുന്നത് നല്ലതാണ്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ സ്കിൻ അങ്ങോട്ട് അബ്സോർബ് ചെയ്യുന്നത് കൊണ്ട് ഇതിന് ബെനിഫിറ്റ്സ് ഉണ്ട് നമ്മൾക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇത് മുഖത്ത് തേച്ച് പിടിപ്പിക്കാം. ആദ്യം മുഖത്ത് ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾക്ക് മുഖത്തിന് എങ്ങനെ മസാജ് കൊടുക്കാം എന്നുള്ളതല്ല. ആ മസാജുകൾ കൊടുക്കുമ്പോൾ ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു 50 വയസ്സ് കഴിഞ്ഞു. പക്ഷെ നമ്മൾക്കിവിടെ ഉണ്ടാകാറുള്ള സാധാരണയുള്ള റിങ്കിൾസൊക്കെ വളരെ കുറവല്ലേ എന്നെനിക്ക് ഫീൽ ചെയ്യുന്നു. അപ്പോൾ ആ റിങ്കിൾസ് അതെന്നു വെച്ച് കഴിഞ്ഞാൽ ഞാൻ കണ്ടിന്യൂസ് എല്ലാ ദിവസവും ഒരു 2-3 മിനിറ്റ്സ് ഞാൻ മുഖത്തിന് വേണ്ടിയിട്ട് മസാജ് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഇതിനു മുമ്പ് ഇട്ട ആ വീഡിയോ ഒന്ന് നോക്കണം കേട്ടോ. അപ്പോൾ ഇതിട്ടിട്ടും അതുപോലെ എപ്പോഴും നമ്മൾ മസാജ് ചെയ്യുമ്പോൾ മസാജ് മുകളിലോട്ട് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ താഴോട്ട് തൂങ്ങി വരാനുള്ള ടെൻഡൻസി പ്രായമാകുമ്പോൾ നമുക്ക് കൂടുതലാണല്ലോ. അപ്പോൾ നമ്മൾക്കിത് ഇട്ട് കൊടുക്കാം. കണ്ണിൻ്റെ അടിയിലും ഒക്കെ നല്ലതായിട്ടിടണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡാർക്ക് സർക്കിൾസ് എല്ലാം കുറയാൻ നല്ലതാണ്. മാസ്ക് ഇട്ടതിന് ശേഷം ഒരുപാട് സംസാരിക്കരുത്. പതുക്കെ ഇതൊന്ന് ഉണങ്ങിക്കോട്ടെ നമ്മളുടെ മുഖത്ത്. ഇപ്പോൾ ഏകദേശം ഒരു 5-6 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് പോയി കഴുകിയിട്ട് വരാം. കഴുകണ സമയത്ത് നമ്മളിത് വെള്ളം പുരട്ടിയതിന് ശേഷം ഒന്ന് മസാജ് ചെയ്യണം കേട്ടോ. മുകളിലോട്ട് എല്ലാ ഭാഗവും എല്ലാ മുഖത്തിൻ്റെ എല്ലാ പാർട്സും നല്ല രീതിയിൽ. എന്നിട്ടത് ഉരുമിക്കളയണം കേട്ടോ. കഴുകിയിട്ട് നല്ലതായിട്ടൊന്ന് തുടച്ച് നല്ല തിളക്കം വന്നതായിട്ട് എനിക്ക് തോന്നണം. എന്നുവെച്ചാൽ ഇന്ന് ഞാൻ പുറത്തു പോയായിരുന്നു, വെയിലും അടിച്ചായിരുന്നു മുഖത്തെല്ലാം.
മുഖം നല്ല ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കുന്നു. നല്ല നിങ്ങൾ വീട്ടിലൊന്ന് ചെയ്ത് നോക്കി. ഇനി ഇഡ്ഡലി ഉണ്ടാക്കണം ദിവസം. എന്നിട്ട് കമൻ്റ് ഇടണം. ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻ്റ് ഇടണം കേട്ടോ. ഓക്കെ, താങ്ക് യു.